എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 90 ഡേയ്സ് ഹെയർ കെയർ സീരീസിലെ 5ാമത്തെ വീഡിയോ ആയിട്ടാണ് അല്ലേ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞു തരാനുണ്ട്. നമ്മുടെ ഹെയർ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ജ്യൂസുകളായിട്ടും ഡ്രൈ നട്ട്സ് ആയിട്ടും ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ടാണ് നമ്മളിതിൽ കൂടുതലായിട്ട് വിവരിക്കാത്തത്. നിങ്ങൾക്ക് അത്തിപ്പഴം കഴിക്കാം. ഈ വേനൽക്കാലത്ത് നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അധികമായിട്ട് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഡേറ്റ്സ് 1-2 നിങ്ങളൊരു ദിവസം കഴിച്ചാൽ മതി. സീഡുകളിൽ നിങ്ങൾ എള്ള് നിങ്ങൾ കണ്ടമാനം കഴിക്കണ്ട. ഇനി കഴിക്കുകയാണെങ്കിൽ തന്നെ 2-3 ദിവസം കൂടുമ്പോൾ ഒരു 1/2 സ്പൂണ് കഴിച്ചാൽ മതി. അത് കഴിച്ചിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആളുകൾക്ക് കഴിക്കാൻ. ഞാൻ തുടങ്ങുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ ഈ വേനൽക്കാലം ഒന്ന് കഴിയട്ടെ. ഇപ്പോൾ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ നമ്മുടെ വേനൽക്കാലം കഴിയും. മഴക്കാലം സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കഴിക്കാം. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിൽ ജലാംശം അല്ലെങ്കിൽ വെള്ളം കൂടുതൽ നിലനിർത്തുന്ന ജ്യൂസുകളാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇപ്പൊ നമ്മൾ ജ്യൂസുകൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു ജ്യൂസ് കാണിക്കുന്നുണ്ട്. ഈ ജ്യൂസുകളൊക്കെ തന്നെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് കുടിക്കാവുന്ന ജ്യൂസുകളാണ്. വേറെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവില്ല. ഡോക്ടേഴ്സ് എപ്പോഴും പറയുന്നത് അസുഖമുള്ള ആളുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളുണ്ട്, അത് മൂർച്ഛിച്ചിട്ടുള്ള ആളാണ്, നിങ്ങൾ ആ ഒരു ഓർഗൻ നമ്മളിപ്പോൾ ഡീടോക്സ് ജ്യൂസ്, ആ ജ്യൂസ്, ഈ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് അസുഖമുള്ള ആളുകൾ അത് കഴിക്കുമ്പോൾ അത് നിങ്ങളെ വേറെ രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ആരോഗ്യമുള്ള ആളുകൾക്ക് ഏത് ജ്യൂസ് നിങ്ങൾക്ക് ഏത് സമയത്തും കഴിക്കാം. നമ്മുടെ ഈ ഒരു 90 ഡേയ്സ് ഹെയർ കെയർ സീരീസ് ഫോളോ ചെയ്യുന്ന ആളുകൾ മധുരം കുറയ്ക്കുക, എണ്ണ പലഹാരങ്ങൾ എന്തെങ്കിലും നന്നായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുക, ജങ്ക് ഫുഡുകൾ അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക. ഇത്തരം കാര്യങ്ങൾ പ്രാഥമികമായിട്ട് ചെയ്യുക. എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സംഭവങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മളത് ഓൾറെഡി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ജ്യൂസ് മാത്രമാണ് കാണിക്കണേ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഉണ്ട്. ആ ഹെയർ പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കാണിച്ചു തരുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു 90 ഡേയ്സ് ഹെയർ കെയർ മുന്നോട്ട് കൊണ്ടുപോകണേ. ഇപ്പോ രൂപയ്ക്ക് പറയാൻ ഗ്യാപ്പില്ല. രൂപ ഈ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് രൂപയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ്. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള പല ചലഞ്ചുകളും നമ്മൾ ഫോളോ ചെയ്തിരുന്നെങ്കിലും അതിൻ്റെ ഒരു ആവശ്യം സത്യം പറഞ്ഞാൽ രൂപയ്ക്ക് ഉണ്ടായിരുന്നില്ല. 90 ഡേയ്സ് ഹെയർ കെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രൂപയ്ക്ക് ആ താടി വീക്കം ഉള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കോവിഡിന്റെ സമയത്ത് ഒരുപാട് മുടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുടിയൊക്കെ ഏകദേശം പകുതി മുക്കാൽ ഭാഗം ആയിട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ 2-2.5 വർഷം കൊണ്ട് നമുക്ക് അത്രയും നമുക്ക് മുടി വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1 ഇയറിന്റെ ഉള്ളിൽ ആ പഴയ തിക്നെസ്സിലേക്ക് നമുക്ക് വരാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, 1 ഇയർ കൊണ്ട് ഇത്രയും ലെങ്ത് ബേസ് ചെയ്തിട്ട് പറയാൻ. 1 ഇയർ കൊണ്ടൊന്നും നമുക്കത് ആക്കിയെടുക്കാൻ പറ്റില്ല. എന്നാലും ഇപ്പൊ ഏകദേശം ഒരു ഇതുവരെയൊക്കെ എത്തിയിട്ടുണ്ട്. ആ ഒരു തിക്നെസ് തുമ്പത്തിക്കാണ് നന്നായിട്ട് അറിയണത്. പൊട്ടിപ്പോയിട്ടും അതേപോലെ നന്നായിട്ട് കോഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. ആ കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം പിന്നെ കോവിഡ് വന്നതിന് ശേഷമൊക്കെ. അപ്പൊ എന്തായാലും അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കേണ്ട സമയമായില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ എടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഓരോ രൂപത്തിലാണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. എനിക്ക് അലർജിയുടെ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് അതിന് സത്യം പറഞ്ഞപ്പോൾ രക്ഷപ്പെട്ട പോലെയാണ്. ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊന്നും കാണാനില്ല. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഞാൻ ചെയ്തിരുന്നു. ചെയ്യുന്ന സമയത്ത് എനിക്ക് എഫക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം അത് വീണ്ടും വരും. അങ്ങനെ അവസാനം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു മോചനം എന്ന് പറയുന്ന രൂപത്തിലേക്ക് വന്നിട്ടുള്ളത്. എനിക്ക് അലർജി ഒന്നും ഉണ്ടായില്ല, ഹെയർ ലോസ് ഉണ്ടായി. പിന്നെ പൊതുവെ എൻ്റെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആണ്. ആ ഡ്രൈനെസ് കുറച്ച് കൂടുതലായി. പിന്നെ മുടി പൊട്ടിപ്പോവുക. അപ്പോഴാണ് നമ്മള് തൈറോയ്ഡ് ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ടായിരുന്നു. മുടി പൊട്ടിപ്പോവുക. അപ്പോഴാണ് നമ്മുടെ രൂപശ്രീ ഹെയർ ഓയിൽ നമുക്ക് അതൊരു സമാധാനമാക്കി തന്നത്. അപ്പോൾ എണ്ണയിലൂടെയും നമ്മൾ ചെയ്യുന്ന ഹെയർ കെയറിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഹെയറിൽ കൊണ്ടുവരുത്താൻ പറ്റും. അപ്പം അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ ഫുഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പൊ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാലാനുസൃതമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം. വേനൽക്കാലത്ത് കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ മഴക്കാലത്ത് കഴിക്കാറില്ല. വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ്, അല്ലെ? സാലഡ് രൂപത്തിലും ഫ്രൂട്ട്സ് ധാരാളമൊക്കെ നമ്മൾ കഴിക്കും. മഴക്കാലത്ത് നമ്മൾ കഴിക്കാറില്ല, കാരണം മഴക്കാലത്ത് നമുക്ക് അത്രയും വാട്ടർ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല. നമ്മൾ വെള്ളം കുടിക്കുന്നതിന്റെ അളവൊക്കെ കുറയാറുണ്ട്. മഞ്ഞുകാലത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ മഴക്കാലത്ത് കുറച്ചൊക്കെ കഴിക്കുമെങ്കിലും വേനൽക്കാലത്ത് കഴിക്കില്ല. മഞ്ഞുകാലത്ത് നമുക്ക് ധാരാളം മീറ്റും ഫിഷും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാം. അപ്പോൾ ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണം. അതൊരു ശീലമാണ്, നമ്മുടെ പണ്ട് കാരണവന്മാര് മുതലേ തുടങ്ങി വെച്ച ശീലമാണ്. അതിന് വിപരീതമായി നമ്മൾ ഭക്ഷണം കഴിക്കുകയും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്കിന്നായാലും നമ്മുടെ ഭംഗിയായാലും നമ്മുടെ മുടിയായാലും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക. 90 ഡേയ്സ് ഹെയർ കെയർ സീരീസ് ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരുപാട് വാട്ടറുകൾ നമുക്കുണ്ട്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ വീണ്ടും കാണിക്കാം. വർഷങ്ങൾക്ക് മുന്നെയാണ് അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഹെയർ കെയർ വളരെ സിമ്പിളാണ്. ഹെയർ കെയർ നമുക്ക് ഡെയിലി ചെയ്തു പോകാൻ പറ്റുന്നതാണ്. നമുക്ക് സമയം ഉണ്ടായാൽ മതി. നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തു പോകാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യണേ. നിങ്ങൾക്ക് ആരൊക്കെയാണോ നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ഫോളോ ചെയ്യുന്നത് അവർക്കൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും, യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നമ്മളെ വിളിക്കാം. നമ്മുടെ നമ്പർ ഉണ്ട്, നമ്മുടെ നമ്പർ തരാം. നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക. എനിക്കറിയാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം. നമുക്കത് സോൾവ് ചെയ്തിട്ട് നമുക്കിനി മുന്നോട്ട് പോകാം. ഇപ്പൊ ഇത്രയും കാലത്തെ ഒരവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. മുന്നേ നമുക്കൊരു പനി വന്നാൽ അത് പനിയോടുകൂടി പോയേനെ. ഇപ്പൊ പനി വന്നാൽ നമുക്ക് കഫക്കെട്ടായി നമുക്ക് ആന്റിബയോട്ടിക് കഴിക്കാതെ അത് മാറാത്തൊരു കണ്ടീഷനാണ് ഇപ്പോൾ. ഒക്കെ കോവിഡിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഫിസിക്കലി ഒരുപാട് ആളുകൾ വീക്കായിട്ടുണ്ട്, മെന്റലി ഒരുപാട് ആളുകൾ വീക്കായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇനി റിക്കവർ ചെയ്തെടുക്കേണ്ട ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ ചെയ്തു നോക്കിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ ചാനലിൽ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ ജ്യൂസിന്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്, ഇനി കട്ട് ചെയ്തിട്ടൊക്കെ നമ്മളത് കയറ്റുക. കാരണം അത് വീണ്ടും നമ്മൾ ഉണ്ടാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. രൂപയ്ക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ, കാരണം ഹെയർ ഓൾറെഡി ഹെൽത്തി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഇരിക്കണം. അപ്പൊ നിങ്ങൾക്കാണ് അതിന്റെ ആവശ്യം. അപ്പൊ അത് ഒരു കണ്ടീഷൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് കാണിക്കുക. രണ്ടാമത് രൂപയുടെ വീട്ടിലേക്ക് പോവാണ്, 4 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഹെയർ കെയർ വീഡിയോസ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് സംഭവങ്ങൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഞാൻ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഇടയ്ക്ക് നോക്കണെന്ന് വെച്ചാൽ മൂപ്പരോട് നിന്ന് വയർക്കാണ്. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാനിന്റെ സൗണ്ട് വീഡിയോയിൽ ഇങ്ങനെ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ നോക്കണത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ എന്തായാലും വീട്ടിൽ പോയി വന്നതിന് ശേഷം നമുക്ക് വീഡിയോയിൽ കാണാം അല്ലേ? അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ. അല്ല ജ്യൂസിന്റെ റെസിപ്പി കാണാം. ഒന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണ ജ്യൂസ് ബീട്രൂട്ടും അതേപോലെ തന്നെ നെല്ലിക്കയും വെച്ചിട്ടുള്ള ജ്യൂസാണ്. എന്താണ് ബീട്രൂട്ട് നിങ്ങളെല്ലാ ജ്യൂസിലും ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ബ്ലഡ് കൂടാൻ സഹായിക്കുന്ന ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉള്ളൊരു സാധനമാണ് ബീട്രൂട്ട്. ചെറുനാരങ്ങ അല്ലെങ്കിൽ നെല്ലിക്ക നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ വൈറ്റമിൻ സി വളരെയധികം ഉള്ള സാധനമാണ് ഇത് രണ്ടും. അപ്പോൾ നമ്മുടെ മുടിയുടെ ഹെൽത്തിനും മുടി നല്ല അടിപൊളിയായിട്ട് വളരാനൊക്കെ സഹായിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഈ ജ്യൂസ് കഴിച്ചാൽ നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് പേഴ്സണലി വിളിച്ചിട്ട്. നിങ്ങൾക്ക് ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആളാണെങ്കിൽ, നിങ്ങൾക്ക് കിഡ്നി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള ആളാണ് ഓൾറെഡി, അതേപോലെ തന്നെ ഹൈ ഡയബറ്റിക് ഒക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ജ്യൂസുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓർഗൻസ് ഒന്നും ഹെൽത്തി ആയിട്ട് ആയിരിക്കില്ല ഉണ്ടാവുക. ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഹെൽത്തി അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസും ഒന്നും എല്ലാം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഡോക്ടേഴ്സ് എപ്പോഴും പറയുന്നത് ഇത് ഒരു അസുഖത്തിന് നിങ്ങളൊരു മരുന്നായിട്ട് ഇത് കഴിക്കരുത്. അസുഖമുള്ള ആളുകൾ, ഇപ്പോൾ കിഡ്നിക്കോ കരളിനോ പ്രശ്നമുള്ള ആളുകൾ ഒരിക്കലും ഇത് കഴിക്കരുത് എന്നാണ് പറയണേ. അല്ലാതെ ആരോഗ്യമുള്ള ഒരാൾക്ക് ഈ ജ്യൂസ് കഴിക്കാൻ പാടില്ല എന്ന് ഒരു സ്ഥലത്തും ഒരാളും പറയണില്ല. അപ്പോൾ ഈ തെറ്റിദ്ധാരണകൾ ഉള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയണത്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് നമുക്ക് ആവശ്യമില്ല, ഒരു ബീട്രൂട്ടിൻ്റെ പകുതി മതി.
നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് എടുക്കാൻ വേണ്ടി നോക്കണം. അപ്പോഴാണ് നമുക്കതിൻ്റെ ഗുണം കിട്ടുക. നെല്ലിക്ക 2 മതി. നെല്ലിക്ക ഉപയോഗിക്കുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ BP അല്ലെങ്കിൽ ലോ ഷുഗറുള്ള ആളുകൾ നെല്ലിക്ക ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു നുള്ള് ഉപ്പ് എപ്പോഴും ആ ജ്യൂസിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെല്ലിക്ക ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ്. ഇത് ഒരുപാട് അളവിൽ ദിവസം ഒരു 5-10 ഒന്നും വെച്ച് കഴിക്കാൻ പാടില്ല. 2-3 എന്നൊക്കെ പറയണത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. ഡെയിലി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ C കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ നമ്മുടെ ഡെയിലി നമ്മൾ ജ്യൂസ് കുടിക്കാൻ പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം വൈറ്റമിൻ C നമ്മുടെ ശരീരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വൈറ്റമിൻ C നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മുടിയുടെ ഹെൽത്ത് കൂടും. മുടിയുടെ ആ ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മുടിയുടെ കൊളോജനൊക്കെ കറക്റ്റായിട്ട്, മുടിയുടെ ആ ഒരു ബോണ്ടിങ്ങിലുള്ള കൊളോജനൊക്കെ പ്രൊഡക്ഷൻ കൂട്ടാനും നമുക്ക് ഉണ്ടായി വരുന്ന മുടി ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കും. വൈറ്റമിൻ സിയുടെ കുറവുള്ള ആളുകൾക്കാണ് പ്രധാനമായിട്ട് ഈ മുടി ഡ്രൈ ആയിട്ട് പൊട്ടുക, മുടി സ്പ്ലിറ്റൻസ് ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് നമ്മളെല്ലാ ദിവസവും നമ്മൾ ഉൾപ്പെടുത്തണം. ഈ ജ്യൂസല്ല, നമ്മളിപ്പോൾ ഒന്നില്ലെങ്കിൽ ചെറുനാരങ്ങ അല്ലെങ്കിൽ നെല്ലിക്ക അങ്ങനെ കമ്പൈൻ ചെയ്താണ് നമ്മൾ ജ്യൂസുകൾ അടിച്ചിട്ട് തരുന്നത്. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കിയിട്ട് ജ്യൂസ് അടിക്കാം. നമ്മൾ ഈ ജ്യൂസ് അടിക്കുന്ന സമയത്ത് എപ്പോഴും അതിൽ വെള്ളം ഒഴിക്കുക, നല്ല വൃത്തിയായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ട് അടിക്കാം, അതല്ലെങ്കിൽ ജ്യൂസ് ആയതിനു ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ വീണ്ടും പറയണു, കരളിന് പ്രശ്നമുള്ള ആളുകൾ, കരളിന് പറഞ്ഞാൽ ഫാറ്റി ലിവർ പോലെയുള്ള പ്രോബ്ലംസ്, കരളിന് ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ, അതേപോലെ തന്നെ കിഡ്നിക്ക് ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ, ശരീരത്തിൽ അവയവങ്ങൾ ഇൻറ്റേർണൽ ഓർഗൻസിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള ആളുകൾ ഈ തരത്തിലുള്ള ജ്യൂസുകൾ കഴിക്കരുത് എന്നാണ് ഡോക്ടേഴ്സ് എപ്പോഴും പറയുന്നത്. ഹൈ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനത്തെ ജ്യൂസുകൾ അവർ ഷുഗർ കുറയ്ക്കാനും അതേപോലുള്ള അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് ഈ വക ജ്യൂസുകളൊക്കെ കഴിക്കുന്നത് ദോഷമാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ആരോഗ്യമുള്ള ആളുകൾക്ക് ഇതൊക്കെ കഴിക്കാം, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും. ഈ ജ്യൂസുകളൊക്കെ എപ്പോഴും അരിച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കഴിക്കണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ചണ്ടി ശരിക്കും ആവശ്യമില്ല. ഇതിലാണുള്ള ഫൈബർ മുഴുവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫൈബർ ആവശ്യമില്ല. ആവശ്യത്തിലേക്കുള്ള ഫൈബർ നമ്മൾ ഡെയിലി വെജിറ്റബിൾസ് കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്, ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതിൽ കിട്ടുന്നുണ്ട്. ഈ ജ്യൂസ് ഇതിൻ്റെ ഈ സത്ത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഈ ജ്യൂസിൽ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടില്ല അടിച്ചത്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കുടിക്കാൻ. ഡൈലൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കണം. വെള്ളം ചേർത്ത് കുറച്ച് തണുത്ത വെള്ളമൊക്കെ ചേർത്ത് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ കുടിക്കാനും രുചി ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BP ലോ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈ BP ഉള്ള ആളുകൾ ഈ ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സമാധാനം കിട്ടും. നമ്മൾ കുറച്ച് ഉപ്പ്, ഇതേപോലെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ജ്യൂസ് കുടിക്കാനും പറ്റും. നമ്മുടെ ശരീരത്തിന് ഈ ജ്യൂസ് കുടിച്ചതുകൊണ്ട് ഗുണമല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ലോ BP ലോ ഷുഗറുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ജ്യൂസാനുണ്ട് നമ്മള് ചെറുനാരങ്ങ അടിച്ചാലും നെല്ലിക്കിട്ട് അടിച്ചാലും ഒരേ രുചി തന്നെയാണ് വരിക. പക്ഷെ നെല്ലിക്കിട്ട് അടിക്കുമ്പോൾ ഒരു ലേശം മധുരമുള്ള പോലെ ഫീൽ ചെയ്യും. ലേശം ഡെയിലി നമ്മൾ ഇത്ര പച്ചക്കറികൾ ഇത്ര ഫ്രൂട്ട്സൊക്കെ കഴിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പലർക്കും അത് പറ്റാറില്ല. അപ്പോൾ നമ്മളൊരു 90 ദിവസം ജസ്റ്റ് ഒരു ട്രയൽ എടുക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മുടിക്ക് എത്രമാത്രം ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് ഈ പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, നട്ട്സ്, ഇതേപോലുള്ള സാധനങ്ങൾ എന്നുള്ളത്. ഇത് കഴിച്ചാൽ നമുക്ക് ഒരുപാട് മുടി വളരും എന്നല്ല, നമ്മുടെ ഉള്ള മുടിയെ പിടിച്ചു നിർത്താനും നമുക്കുള്ള മുടിയുടെ തലയുടെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജ്യൂസുകളൊക്കെ തന്നെ കഴിക്കുന്നത്. ഓക്കെ, ഉപ്പ് കംപ്ലീറ്റ് അലിഞ്ഞിട്ടില്ല അല്ലേ? ഉപ്പ് അവസാനിക്ക് ഉപ്പ് കിട്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ബീട്രൂട്ടിന് ചോയൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് എന്തായാലും ഇഷ്ടമാവും. കാരണം
എനിക്ക് ബീട്രൂട്ടിൻ്റെ ആ ഒരു ചോയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക.